ക്യാപ്റ്റൻ കിഷോർ കുമാർ ഇരുവരുടെയും സംഭാഷണത്തിലേക്ക് ശ്രദ്ധിച്ചതേയില്ല. എങ്ങനെയും ഓപ്പലിനെ ഓവർടേക്ക് ചെയ്ത് കീഴ്പ്പെടുത്തുക, അതായിരുന്നു അയാളുടെ പ്രഥമ ലക്ഷ്യം. അടുത്ത നിമിഷം വാനിന്റെ എഞ്ചിൻ ഓട്ടത്തിനിടയിൽ പെട്ടെന്ന് വല്ലാത്തൊരു കുലുക്കത്തോടെ ഓഫായി വാൻ ബ്രേക്ക് അലറി നിന്നു. കിഷോർ, വാട്ട് ഹാപ്പൻ? ചീഫ് ജെയിംസ് ലോവൻ അകന്നുപോകുന്ന ഓപ്പലിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ജിജ്ഞാസ കൊണ്ടു. ഏയ്, നത്തിങ് ബോസ്. ക്യാപ്റ്റൻ ചുളിഞ്ഞ മുഖത്തോടെ മെല്ലെ ഒന്ന് മന്ത്രിച്ചിട്ട് കീ ഓൺ ചെയ്ത് സെൽഫ് ചെയ്തു. വാൻ തകരാറുകളൊന്നുമില്ലാതെ സ്റ്റാർട്ടാവുകയും ചെയ്തു. കിഷോർ, മൂവ്. കമൽനാഥനെ വിടരുത്, ജെയിംസ് ലോവൻ അത്യാവേശത്തോടെ പറഞ്ഞു. കിഷോർ ഗിയർ മാറ്റി വണ്ടി മുന്നോട്ടെടുക്കാൻ തുടങ്ങുകയായിരുന്നു അത് സംഭവിച്ചത്. വാനിന് മുന്നിലുണ്ടായിരുന്ന ഓപ്പൽ കാർ 150 മീറ്ററോളം അകലത്തിൽ വെച്ച് അതിഭയങ്കരമായ ഒരു സ്ഫോടനത്തോടെ തീ പടർന്നു തകർന്നത്. മൈ ഗോഡ്! ഓപ്പൽ കാർ സ്ഫോടനത്തിൽപ്പെട്ട് 100 കഷ്ണങ്ങളായി ചിതറി പൊങ്ങുന്നത് കണ്ട് മെർലിൻ നടുങ്ങി വിറച്ചു. ഡിറ്റക്റ്റീവ് ചീഫും ക്യാപ്റ്റനും അവിശ്വസനീയതയിൽ മുഖത്തോട് മുഖം നോക്കി. 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് ബോർഡിന് സംഘത്തിന് അടുക്കാനായത്. റോഡിന്റെ വലതുഭാഗത്ത് കുറ്റിച്ചെടിയുടെ ചുവട്ടിൽ കാറിലുണ്ടായിരുന്ന ആളുടെ വെന്തുമലച്ച മൃതദേഹം. അതിനടുത്ത് കിടന്ന പാതി കത്തിയ പേഴ്സിനുള്ളിൽ നിന്ന് ക്യാപ്റ്റൻ കണ്ടെടുത്ത വിസിറ്റിംഗ് കാർഡിൽ ഇങ്ങനെ എഴുതിയിരുന്നു: KA കമൽനാഥ്, ആസാദ് ചാരിറ്റബിൾ ട്രസ്റ്റ്, അലി അക്ബർ നഗർ, വാഷിംഗ്ടൺ. വളരെ വിചിത്രമായിരിക്കുന്നു. ആ കാർഡ് ശ്രദ്ധിച്ചിട്ട് ഡിറ്റക്റ്റീവ് ജെയിംസ് ലോവൻ സഹപ്രവർത്തകരോടായി ശബ്ദം താഴ്ത്തി പറഞ്ഞു. നമ്മുടെ വണ്ടി അപ്പോ നിന്നില്ലായിരുന്നെങ്കിൽ? ഹോ! മെർലിനും കിഷോറും സ്തംഭിച്ചു നിന്നു. പൊടുന്നനവേ കാർ സ്ഫോടനത്തിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ചുറ്റുപാടുമുള്ളവർ ഓടിയെത്തുന്നതിന്റെ ശബ്ദം കേട്ടു തുടങ്ങി. മെർലിൻ, കിഷോർ, നമുക്കിനി ഇവിടെ തങ്ങിയിട്ട് പ്രയോജനമില്ല. എത്രയും വേഗത്തിൽ നമുക്ക് സാനിയ ഭവനിലെത്തണം. ഡോക്ടർ ഡിസൂസയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയണം. ഇല്ലെങ്കിൽ ഈ രാത്രി തന്നെ ഡിസൂസയെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യണം. അതിന് വൈകിയാൽ ഇവിടെ സംഭവിച്ചതിലും വലിയ ദുരന്തങ്ങൾ നടക്കും. അതിനുള്ള സാഹചര്യം ഉണ്ടാവരുത്. ഇനി ഡിസൂസയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലഭിക്കൂ. അതിനുള്ള സൂത്രം ഞാൻ അയാളുടെ ഫോൺ ലൈനിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. കമോൺ ഫ്രണ്ട്സ്. അടുത്ത മാത്രയിൽ ഡിറ്റക്റ്റീവ് ചീഫിന്റെ ഉപബോധ മനസ്സ് ജാഗ്രതയോടെ ഉണർന്നു. അദ്ദേഹം ശരവേഗത്തിൽ വാനിനരികിലേക്ക് പാഞ്ഞു. പിന്നാലെ മിന്നൽ പിണർ പോലെ മെർലിനും ക്യാപ്റ്റൻ കിഷോറും. ഇതേ സമയം സാനിയ ഭവനിൽ. അങ്ങനെ പ്രിയ ചങ്ങാതി കമൽനാഥ് ഒരോർമ്മയായി. കൊന്നത് ഈ ഡിസൂസയല്ല, വാഷിംഗ്ടണിൽ ഭീകരത നടത്തിക്കൊണ്ടിരിക്കുന്ന ഡേഞ്ചർ ഡെന്നി. ഡോക്ടർ ഡിസൂസ തന്റെ മൊബൈൽ ഫോണിൽ കമൽനാഥ് കൊല്ലപ്പെട്ടു എന്ന് സുർജിത് സിംഗിന്റെ മെസ്സേജ് എത്തിയപ്പോൾ ഉറക്കെ ആർത്തു ചിരിച്ചു. റൂമിൽ പരിചരണത്തിനായി അയാളുടെ കൂടെ ഉണ്ടായിരുന്ന വെള്ളക്കാരി നഴ്സ് അയാളെ അമ്പരപ്പിൽ തുറച്ചു നോക്കി. ഇനി ഡോക്ടർ നാരായണൻ. ഡിസൂസ പകയോടെ പല്ല് ഞെരിച്ചു. ബുദ്ധിരാക്ഷസനായ നാരായണൻ. അങ്ങനെ ആവശ്യമില്ലാത്ത പല മിത്രങ്ങളെയും ശത്രുക്കളെയും ഒന്നൊന്നായി നിഗ്രഹിച്ച് ഡോക്ടർ ഡിസൂസ അമേരിക്കയുടെ മണ്ണിൽ വീണ്ടും വിജയത്തിന്റെ ശുഭ പതാക ഉയർത്തും. പറഞ്ഞിട്ട് ഡോക്ടർ ഡിസൂസ ഘോര അട്ടഹാസം മുഴക്കി, ഒരു ഉന്മാദ ചിത്തത്തിനുടമയായ വ്യക്തിയെ പോലെ. പൊടുന്നനെയാണ് അയാൾ ശയിച്ചിരുന്ന മുറിവാതിൽക്കൽ ഒരു നനഞ്ഞ ചാക്കുകെട്ട് പോലെ എന്തോ ലിവിംഗ് റൂമിൽ നിന്ന് വന്ന് അകത്തേക്ക് തെറിച്ചു വീണത്. ഡോക്ടർ ഡിസൂസയും വെള്ളക്കാരി നഴ്സും ഒരേ സമയം ഞെട്ടലോടെ അങ്ങോട്ട് നോക്കി. നടുങ്ങിപ്പോയി ഇരുവരും. പാതി വീർത്ത വയറുമായി, അല്പമാത്ര ചലനത്തോടെ, അല്പവസ്ത്രത്തോടെ തറയിൽ അവശയായി ചുരുണ്ടു വിറച്ചു കിടക്കുന്ന ഒരു പെൺകുട്ടി. സാനിയ, തന്റെ മകൾ. താനും ഏബിളും ശാസിച്ചും സ്നേഹിച്ചും കരുതലോടെ വളർത്തിയ തന്റെ പുന്നാരമോൾ. സാനിമോളെ! ഒരൊറ്റ നിമിഷം കൊണ്ട് ഡോക്ടർ ഡിസൂസയുടെ അട്ടഹാസം നിലച്ചു. ശബ്ദം നിലവിളിയായി. എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തന്റെ പ്രിയപുത്രി. മോളെ! അയാൾ കിടക്കയിൽ നിന്ന് നിലവിളിയോടെ ചാടി എണീറ്റ് ചെന്ന് നാമമാത്ര ശ്വാസം മാത്രമുള്ള മകളെ ഇരു കൈകൊണ്ടും നെഞ്ചോട് ചേർത്ത് മാറിയെടുത്തു. പിന്നെ അവളെ ബെഡിൽ കിടത്തിയിട്ട് തലയണയ്ക്കടിയിൽ നിന്ന് പിസ്റ്റൾ എടുത്ത് റൂമിലേക്ക് പാഞ്ഞു ചെന്നു. അവിടെ ആരെയും കാണാനില്ലായിരുന്നു. വാതിലിന്റെ പീപ്പ് ഹോളിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഗേറ്റിനരികിൽ പോലീസും സെക്യൂരിറ്റിയും ഉണ്ട്. അയാൾ ബെഡ്റൂമിലേക്ക് തിരിഞ്ഞോടി. വെള്ളം, വെള്ളം. കട്ടിലിൽ സാനിയ നാമമാത്ര പ്രാണനായി വെള്ളത്തിനായി ഞരങ്ങുന്നു. മോളെ, എന്റെ പൊന്നുമോളെ! ഡോക്ടർ ഡിസൂസ ദീനമായ ഒരു നിലവിളിയോടെ സാനിയയുടെ മരവിച്ചുറഞ്ഞതുപോലെയുള്ള മുഖത്ത് മാറി മാറി ചുംബിച്ചു. അയാളുടെ സകല ഹുങ്കാര ഭാവങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് അസ്തമിച്ചിരിക്കുന്നു. വെള്ളക്കാരി നഴ്സ് വെള്ളവുമായി ഓടി വന്നു. മോളെ! ഡോക്ടർ ഡിസൂസ വല്ലാതെ
ദുർബല ഹൃദയനും വികാരധീനനുമായത് ഒരു നിമിഷം കൊണ്ടാണ്. അയാൾ മറ്റെല്ലാം മറന്ന് മരണശൈലിയിൽ എന്ന പോലെ കിടക്കയിൽ അങ്ങേയറ്റം അവശയായി കിടക്കുന്ന മകളുടെ ദാഹാർത്ഥമായ ചുണ്ടുകളിലേക്ക് ഗ്ലാസിൽ നിന്നും ജലം വീഴ്ത്തിക്കൊടുത്തു. മൃതപ്രായയായ സാനിയ അത്യാർത്തിയോടെ ചുണ്ടും നാക്കും കൊണ്ട് വെള്ളം ഞൊട്ടിനുടഞ്ഞിറക്കി. വെള്ളക്കാരിയെ ഡോക്ടർ സഹായിച്ചു. കാല ഗ്ലാസ്സിലധികം ജലം ഉള്ളിലേക്ക് ചെന്നപ്പോൾ സാനിയയുടെ ദീർഘനിശ്വാസത്തിന് തെല്ലൊരു അയവ് വന്നു. അയാൾക്ക് എങ്ങനെയും തന്റെ മകളെ രക്ഷിക്കണമെന്ന് തോന്നി. ഡോക്ടർ ഡിസൂസ മകളുടെ പൾസ് നിരക്ക് നോക്കി. മേശപ്പുറത്തു നിന്ന് വെള്ളക്കാരിയെ കൊണ്ട് സ്റ്റെതസ്കോപ്പ് എടുപ്പിച്ച് ഉത്കണ്ഠാകുലനായി ഹൃദയമെടുപ്പ് പരിശോധിച്ചു. ഹൃദയസ്പന്ദനം വളരെ കുറവ്. അടുത്ത നിമിഷത്തിലാണ് ഡോക്ടർ ഡിസൂസ മകളിലെ ആ നടുക്കുന്ന മാറ്റം ശ്രദ്ധിച്ചത്. സാനിയയുടെ ഇളം വയർ 6 മാസം എടുത്ത ഒരു ഗർഭിണിയോടതുപോലെ വീർത്തിരിക്കുന്നു. എന്റെ ഈശ്വര! ഡോക്ടർ ഡിസൂസ നടുങ്ങി വിറച്ചുപോയി. 3 മാസം തികഞ്ഞിട്ടില്ല തന്റെ മകളെ കാണാതായിട്ട്. ഇത്ര ദിനത്തിനിടെ ഡോക്ടർ ഡിസൂസ പകപ്പോടെ അതിലേറെ ഉള്ളുപൊള്ളുന്ന വേദനയോടെ അവളുടെ വയറിനുമേൽ മെല്ലെ കൈത്തലം അമർത്തി. വയറിനുള്ളിൽ നേർത്ത ചലനം. നോ! ഡോക്ടർ ഡിസൂസ അവിശ്വസനീയതയിൽ വീട് നടുങ്ങുമാറുച്ചത്തിൽ അലറി. വെള്ളക്കാരി ഭയന്ന് പിന്നോക്കം മാറി, അയാളുടെ ഭ്രാന്തഭാവവും പെൺകുട്ടിയുടെ അവസ്ഥയും ശ്രദ്ധിച്ചിട്ട്. അടുത്ത സെക്കൻഡിൽ ഡോക്ടർ ഡിസൂസ മറ്റൊന്നുകൂടി കണ്ടു. നേരത്തെ ശ്വാസം മാത്രമുള്ള സാനിയയുടെ വീർത്ത വയർ മെല്ലെ മെല്ലെ കൂടുതൽ കൂടുതൽ വീർത്ത് പൊന്തി പൊന്തി വരുന്നു. ഡിസൂസയുടെ ചലനം പോലും നിലച്ചുപോയി. ആ കാഴ്ച കണ്ടിട്ട് മാത്രം കൊണ്ട് ആ വയർ വളർന്നു വലുതായി. വെള്ളക്കാരി ഭയാകാർദ്രയായി നിലവിളിയോടെ പുറത്തേക്കോടി. പൈശാചികത സ്ഫുരിക്കുന്ന ഒരു സെക്കൻഡ് കൂടി കഴിഞ്ഞു. കിടക്കയിൽ കിടന്ന സാനിയ ഒരു വല്ലാത്ത എക്കിലോടെ ഒന്ന് പിടഞ്ഞു. ആ നിമിഷം അവളുടെ നിറവയർ നെടുകെ സ്വയമേ പിളർന്നു. അതിനുള്ളിൽ നിന്ന് മനുഷ്യക്കുഞ്ഞിന്റെ ആകൃതി പോലുമില്ലാത്ത വികൃത ജീവി പുറത്തേക്കിറങ്ങി. ആ വിചിത്ര ജീവിക്ക് പഴുതാരയുടെ പോൽ 100 കണക്കിന് കാലുകൾ ഉണ്ടായിരുന്നു. നോ! ഡോക്ടർ ഡിസൂസ അലറി വിളിച്ചുകൊണ്ട് പിസ്റ്റൾ എടുത്തു. പിന്നെ അവൃത്തികെട്ടതും ഭയാനകവുമായ കാഴ്ച സമ്മാനിക്കുന്ന ജീവിയെ ലക്ഷ്യമാക്കി തുരുതുര വെടിയുതിർത്തു. വികൃത ജീവി അരോചകമായ പുളച്ചിലൂടെ കിടക്കയിൽ രക്തക്കെട്ട പോലെ മറിഞ്ഞു വീണു. അപ്പോഴേക്കും സാനിയയുടെ രക്തപങ്കിലുമായ വയർ പൊളിഞ്ഞ് വികൃത രൂപത്തോടുകൂടിയ ശരീരവും നിശ്ചലമായിരുന്നു. ഡോക്ടർ ഡിസൂസ ഒരു ഭ്രാന്തനെ പോലെ മകളുടെ ജഡത്തിലേക്ക് ഉറ്റുനോക്കി. പിന്നെ പൈശാചിക ഭാവത്തോടെ ഉന്മാദബാധിതനെ പോലെ അലറി വിളിച്ചു, ഡോക്ടർ നാരായണൻ! ആ മുറവിളി സാനിയ ഭവനെ നടുക്കി. അതെ, ഒരു മനുഷ്യക്കുഞ്ഞിൽ ഇത്രയ്ക്ക് ഭീകരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ അയാൾക്ക് മാത്രമേ കഴിയൂ. ഇതേ സമയം പുറത്ത് ഗേറ്റിനരികിൽ ഡിറ്റക്റ്റീവ് ബോണ്ട് ഏജൻസി ചീഫ് ജൂനിയർ ബോണ്ട് 007 എന്ന അപരനാമത്തിനുടമയായ വിശ്വപ്രസിദ്ധ കുറ്റാന്വേഷണ വിദഗ്ധൻ ജെയിംസ് ലോവൻ ഇന്ദ്രപ്രസ്ഥത്തിന്റെ കറുത്ത വാൻ ചീറി വന്നു നിന്നു. പിന്നാലെ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സെൻകുമാർ റാണയുടെ ഔദ്യോഗിക വാഹനവും. മിസ്റ്റർ ഡിസൂസ, നിങ്ങൾ എവിടെയാണെങ്കിലും ഉടൻ പുറത്തു വരണം. ആസാദ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഉടമ കമൽനാഥിനെ നിങ്ങൾ കൂലിക്കൊലയാളിയെ കൊണ്ട് ഏതാനും സമയം മുമ്പ് കാറിൽ ബോംബ് വെച്ച് കൊലപ്പെടുത്തി. നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ പുറത്തേക്ക് വരണം ഡിസൂസെ. ലിവിംഗ് റൂമിൽ കയറി ബോണ്ടിന്റെ സാന്നിധ്യത്തിൽ തന്നെ സർവീസ് റിവോൾവർ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സെൻകുമാർ റാണ മുന്നറിയിപ്പ് പോലെ നിർദ്ദേശിച്ചു. ചുറ്റിനുമുള്ള ഒരു മുറിയിൽ നിന്നും പ്രതികരണമില്ല. എങ്ങും രാത്രിയുടെ ഭീകരത വെളിവാക്കുന്ന വല്ലാത്ത നിശബ്ദത. കമ്മീഷണർ ഡിറ്റക്റ്റീവ് മേധാവി ജൂനിയർ ബോണ്ടിന്റെ മുഖത്തേക്ക് സംശയത്തിൽ നോക്കി. എവിടെ നിന്നോ മനുഷ്യരക്തത്തിന്റെ മടുപ്പുളവാക്കുന്ന ഗന്ധം. ഞാൻ ആരെയും കൊല്ലാൻ പ്രേരിപ്പിച്ചിട്ട് അയച്ചിട്ടില്ല സർ. പെട്ടെന്ന് വലതുവശത്തെ മുറിയിൽ നിന്ന് ഡോക്ടർ ഡിസൂസയുടെ തെല്ലും പതർച്ചയില്ലാത്ത സ്വരം. നിഗൂഢതയുടെ ധൂമപടലത്തിനുള്ളിൽ എന്നെന്നും മറിഞ്ഞിരിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു മനുഷ്യ പിശാചിന്റെ ശക്തമായ നുണ. കമോൺ ഡോക്ടർ, നിങ്ങൾ ഇനി ഒരു വിധത്തിലുമുള്ള തർക്കവാദത്തിനും തുനിഞ്ഞിട്ട് കാര്യമില്ല മിസ്റ്റർ. നിങ്ങൾ അരമണിക്കൂർ മുമ്പ് സുർജിത് സിംഗ് എന്ന ഈസ്റ്റ് ഗോഷേരിക്കാരൻ നേപ്പാളിക്ക് ലാൻഡ് ഫോണിലൂടെ കൊലപാതക നിർദ്ദേശം കൊടുത്തത് ഇത്ര പെട്ടെന്ന് മറന്നു മിസ്റ്റർ? കമ്മീഷണർ ശബ്ദമെന്ന മുറിയിലേക്ക് മെല്ലെ നീങ്ങി. തൊട്ടു പിന്നാലെ അതീവ ജാഗ്രതയോടെ ഡിറ്റക്റ്റീവ് ജെയിംസ് ലോവനും ധൈര്യശാലികളായ സഹപ്രവർത്തകരും. എന്നാൽ ആ മുറിക്കുള്ളിലേക്ക് കടന്ന സകലരും അതിലെ നടക്കുന്ന കാഴ്ച കണ്ട് സ്തംഭിച്ചു നിന്നുപോയി. തികച്ചും ഭയാനകവും ഭീതിജനകവുമായ ആ നശിച്ച രാത്രി അവസാനിക്കുന്നതിനു മുമ്പ് തന്നെ ഡോക്ടർ ഡിസൂസയെ ഡിറ്റക്റ്റീവ് ജൂനിയർ ബോണ്ടിനും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സെൻകുമാർ റാണയും ചേർന്ന് കസ്റ്റഡിയിലെടുത്ത് വാഷിംഗ്ടണിലെ ബോണ്ട് ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ ഒരു രഹസ്യ സങ്കേതത്തിൽ ബലമായി എത്തിച്ചു.
അപ്പൊ തന്നെ ബോണ്ട് പോലീസ് കമ്മീഷണറെ സാനിയ ഭവനിൽ മരിച്ചു കിടക്കുന്ന ഡോക്ടർ ഡിസൂസയുടെ പുത്രിയുടെ മരണാനന്തര അന്വേഷണങ്ങൾക്കും അനന്തര നടപടികൾക്ക് വേണ്ട തെളിവുകൾ ശേഖരിക്കുന്നതിനുമായി ഈസ്റ്റ് ഗോഷേരിയിലേക്ക് മടക്കി അയച്ചു. തുടർന്നായിരുന്നു ജെയിംസ് ലോവന്റെ ശക്തമായ ഭാഷയിലുള്ള ഏത് കുറ്റവാളിയുടെയും മനസ്സിളക്കാൻ പോകുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. ആദ്യം ഡോക്ടർ ഡിസൂസ കമൽനാഥിന്റെ കൊലപാതകത്തെക്കുറിച്ചോ ഡേഞ്ചർ ഡെന്നി എന്ന ഭീകരനെ പറ്റിയോ തന്റെ ബോധചേതനയിൽ ഒന്നും അറിവായില്ലെന്ന് സമർത്ഥമായി കള്ളം പറഞ്ഞു. വൈകിയില്ല. ജെയിംസ് ലോവൻ ഡോക്ടർ ഡിസൂസയെ കൊണ്ട് സത്യം പറയിക്കാനുള്ള പരിപൂർണ അധികാരം സഹപ്രവർത്തകരായ മെർലിനും കിഷോർ കുമാറിനും നൽകി. മാത്രയ്ക്കുള്ളിൽ അവരുടെ കൈക്കരുത്തും മേക്കരുത്തും തക്ക അനുഭവത്തോടെ വേണ്ട വിധത്തിൽ തിരിച്ചറിഞ്ഞു ഡോക്ടർ ഡിസൂസ. ഒരു വലിയ ഇരുമ്പ് കസേരയിൽ കൈകാലുകൾ ബന്ധിച്ച അവസ്ഥയിലായിരുന്ന ഡോക്ടർ ഡിസൂസയുടെ സർവ്വ മനക്കരുത്തും അതോടെ ചോർന്നുപോയി. എന്നെ കൊല്ലരുത് പ്ലീസ് സർ, ഞാനെല്ലാം പറയാം. ഡോക്ടർ ഡിസൂസ കടവായിലൂടെ ഒലിച്ചിറങ്ങിയ കട്ടച്ചോര പുറത്തേക്ക് തുപ്പിക്കൊണ്ട് ടിറ്റിടി ചീഫിനെ നോക്കി ദൈന്യതയോടെ കരഞ്ഞു യാചിച്ചു. ജെയിംസ് ലോവൻ സഹപ്രവർത്തകരെ കണ്ടു കാണിച്ചു. ക്യാപ്റ്റനും മെർലിനും പിൻവാങ്ങി. അടുത്ത നിമിഷത്തിൽ ഡിറ്റിറ്റി ജെയിംസ് ലോവന്റെ നാവിൽ നിന്നും മൂർച്ചയേറിയ ചോദ്യങ്ങൾ ഓരോന്നായി ബ്രഹ്മാസ്ത്രങ്ങൾ പോലെ ഡോക്ടർ ഡിസൂസയ്ക്ക് നേരെ പാഞ്ഞു ചെന്നു. അപ്പോൾ അയാൾ ശാരീരികമായും മാനസികമായും ആകെ തകർന്നിരുന്നു. ഇനി ഒന്നും തന്നെ ഡിറ്റക്റ്റീവ് ജൂനിയർ ബോണ്ടിൽ നിന്നും തനിക്ക് മറയ്ക്കാനാവില്ലെന്ന് ഉത്തമ ബോധ്യമായി. ഡോക്ടർ ഡിസൂസ പതിയെ പറഞ്ഞു തുടങ്ങി. ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന അമ്പരപ്പിക്കുന്ന അമൂല്യ രഹസ്യങ്ങളുടെ ചുരുളുകൾ ഓരോന്നായി അയാൾ തന്നെ ജെയിംസ് ലോവന് മുന്നിൽ സത്യസന്ധമായി വിടർത്തി. നടക്കുന്ന ആ കുമ്പസാര രഹസ്യങ്ങൾ ഡിറ്റക്റ്റീവ് ചീഫ് ജെയിംസ് ലോവനെയും സഹപ്രവർത്തകരെയും കടുത്ത നടുക്കത്തിൽ ആഴ്ത്തി. 7 വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിലെ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിലെ 9 പ്രവർത്തന ഗ്രൂപ്പുകളിലൊന്നായ തേജോ രക്ഷ ഡയറക്ടറേറ്റിലെ സീനിയർ മോസ്റ്റ് സയന്റിസ്റ്റ് ആയിരുന്ന ഡോക്ടർ നാരായണനും മുംബൈയിൽ ഗലികളിലെ വീശുകളുടെയും മറ്റു പട്ടിണി പാവങ്ങളുടെയും പകർച്ചാരോഗ നിർമ്മാർജ്ജനത്തിനായി ഗവൺമെന്റ് പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തി നിയോഗിച്ച ഡോക്ടർ ഡിസൂസയും വിശ്വസ്തതയുള്ള ചങ്ങാതിമാർ. ഒരു നാൾ തന്റെ വീട്ടിലെ രഹസ്യ ലബോറട്ടറിയിൽ ഡോക്ടർ നാരായണൻ എന്ന ജീനിയസ് തന്റെ 22 വർഷത്തെ പരിശ്രമങ്ങൾക്കും നീണ്ട കഷ്ടപ്പാടുകൾക്കും ഒടുവിൽ ഇന്ത്യ എന്ന ജന്മരാജ്യത്തിനു വേണ്ടി ഒരു മഹാ കണ്ടുപിടുത്തം നടത്തി. ബോംബ് കില്ലർ എന്ന മഹാ ഉപകരണം ഡോക്ടർ നാരായണൻ എന്ന ജീനിയസിന്റെ പാതി ആയുസ് ചിലവാക്കി മനുഷ്യരാശിയുടെ സമാധാനത്തിന് വേണ്ടി കണ്ടുപിടിക്കപ്പെട്ടത് തന്റെ പരീക്ഷണശാലയിൽ ബോംബ് കില്ലറിന്റെ പ്രഥമ മാതൃകയിൽ വിജയമറിഞ്ഞതും അതേക്കുറിച്ച് ഡോക്ടർ നാരായണൻ ആദ്യം വെളിപ്പെടുത്തിയതും ഉറ്റ ചങ്ങാതിയായ ഡോക്ടർ ഡിസൂസയ്ക്ക് മുന്നിൽ. പിന്നെ നടന്നതൊക്കെ ശരവേഗത്തിലായിരുന്നു. ശാസ്ത്രലോകത്തിൽ തന്നെ നാഴികക്കല്ലായി മാറാൻ പോകുന്ന, അത്ഭുതപ്പെടുത്താൻ പോകുന്ന ആ മഹാ കണ്ടുപിടുത്തത്തിന്റെ ഫോർമുലയിൽ ഡോക്ടർ ഡിസൂസയുടെ കണ്ണുടക്കി. അടുത്ത രാത്രിയിൽ ഡിസൂസ എന്ന ചതിയനും ദുഷ്ടനുമായ ആ മനുഷ്യൻ ഡോക്ടർ നാരായണന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി. അദ്ദേഹത്തിന്റെ പത്നിയെ നിർദ്ദയം വെടിവെച്ച് കൊലപ്പെടുത്തി പുത്രിയെ മാനഭംഗപ്പെടുത്തിയ ശേഷം തോക്കിൻ മുന്നിൽ നിർത്തി ഡോക്ടർ നാരായണന്റെ രഹസ്യ ലബോറട്ടറിയിൽ കടന്ന് ബോംബ് കില്ലറിന്റെ ഫോർമുല അടങ്ങിയ ബ്രീഫ് കേസ് തട്ടിയെടുത്തിട്ട് ആ യുവതിയെ നിർദ്ദയം ഷൂട്ട് ചെയ്ത് കൊന്നു. തുടർന്ന് സ്വകുടുംബവുമായി മിന്നൽ വേഗത്തിൽ അമേരിക്കയിലേക്ക് പലായനം. അമേരിക്കയിലെത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ തോക്ക് കച്ചവടക്കാരൻ കമൽനാഥിനെ പരിചയപ്പെട്ടു. ലൈസൻസ് പ്രകാരമുള്ള ആയുധങ്ങൾ വിൽക്കുന്നത് കൂടാതെ പാകിസ്ഥാനുള്ള തീവ്രവാദി സംഘടനകൾക്ക് സ്വന്തമായി തന്റെ രഹസ്യ ഫാക്ടറിയിൽ വെച്ച് അത്യന്തം അപകടം നിറഞ്ഞ സ്ഫോടക വസ്തുക്കളും യന്ത്രത്തോക്കുകളും ഗ്രനേഡുകളും ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിൽ വിൽക്കുകയായിരുന്നു കമൽനാഥ്. കമൽനാഥാണ് അമേരിക്കൻ സയന്റിസ്റ്റ് ജൂനിയർ ഹൈമാർക്ക് കോടിക്കണക്കിന് ഡോളറുകൾ എണ്ണി വാങ്ങി ബോംബ് കില്ലറിന്റെ നിർമ്മാണ ഫോർമുല വിൽക്കുവാൻ ഡോക്ടർ ഡിസൂസയെ പ്രാപ്തനാക്കിയത്. പിന്നെ കമലും ഡിസൂസയും ചങ്ങാതിമാർ. ഡോക്ടർ ഡിസൂസ ഹൈമർ നൽകിയ ഡോളറുകൾ കൊണ്ട് മസ്ത ഹോസ്പിറ്റൽ തുടങ്ങി. കമൽ ഹോസ്പിറ്റലിന്റെ സീക്രട്ട് പാർട്ണർ. 6-ാം മാസം ബോംബ് കില്ലർ കണ്ടുപിടുത്തത്തിന്റെ പേരിൽ ഹൈമറിനെ ആ വർഷത്തെ നോബൽ സമ്മാനം. സർവവും നഷ്ടപ്പെട്ട നാരായണൻ പ്രതികാരദാഹിയായി അമേരിക്കയിലെത്തി. ഡിസൂസയുമായി ഫോർമുലയ്ക്ക് വേണ്ടി ഏറ്റുമുട്ടിയെങ്കിലും ഡോക്ടർ നാരായണനെ കമലും ഹൈമറും ഡിസൂസയും ഉൾപ്പെട്ടവർ കടലിലെറിഞ്ഞു. ഈയിടെ ഡോക്ടർ നാരായണനെ കണ്ടുമുട്ടും വരെ അദ്ദേഹം മരിച്ചു എന്ന് തന്നെയായിരുന്നു എതിരാളികളുടെ നിഗമനം. പക്ഷേ ഡോക്ടർ നാരായണൻ തിരിച്ചു വന്നു, അല്ലേ ഡോക്ടർ ഡിസൂസ? ഡിറ്റക്റ്റീവ് ജെയിംസ് ലോവൻ തെല്ലുപുച്ഛത്തോടെ തിരക്കി. യെസ്,
ഡോക്ടർ ഡിസൂസ സമ്മതത്തിൽ മൂളി. അന്ന് നിങ്ങളുടെ ഒപ്പം അമേരിക്കയിലേക്ക് വന്നവർ ആരായിരുന്നു? ഡോക്ടർ നാരായണന്റെ വീട്ടിലെ അന്നത്തെ സംഭവത്തിന് ദൃക്സാക്ഷികളായ തൊട്ടടുത്ത കുടുംബത്തിലെ 6 പേർ. അവരെ നിങ്ങൾ കോടിക്കണക്കിന് പണം വാഗ്ദാനം നൽകി ഇങ്ങോട്ട് കൊണ്ടുപോന്നു, അതല്ലേ സത്യം? ക്യാപ്റ്റൻ ആരാഞ്ഞു. അതെ, അയാൾ സമ്മതിച്ചു. കമൽനാഥിന്റെ രഹസ്യ ആയുധ നിർമ്മാണശാല നിങ്ങൾക്കറിയുമോ? ചാരിറ്റബിൾ ട്രസ്റ്റ് വക ശ്മശാനത്തിന്റെ അന്തർഭാഗത്ത്. കേട്ടോ മിസ്റ്റർ ക്യാപ്റ്റൻ, നമ്മുടെ ഊഹം തെറ്റിയിട്ടില്ല. ജെയിംസ് ലോവൻ കിഷോറിനെ നോക്കി. അതെ ബോസ്. കിഷോർ അമ്പരപ്പിൽ ശിരസിളക്കി. ഡോക്ടർ നാരായണൻ തന്നെയാണോ വാഷിംഗ്ടണിലെ ഈ കൊലപാതകങ്ങൾക്ക് നടത്തിയ ഡേഞ്ചർ ഡെന്നി എന്ന ഭീകരൻ? അതോ ചതിയനായ നിങ്ങളോ? ടെൽ മീ, ചീഫ് ഗർജിച്ചു. നോ സർ, ഞാൻ കമലിനെ മാത്രമേ. ഡിസൂസയുടെ സ്വരം അടഞ്ഞു. ഡേഞ്ചർ ഡെന്നി ഡോക്ടർ നാരായണൻ തന്നെയാണ്, അയാൾ വെളിപ്പെടുത്തി. ഡോക്ടർ നാരായണന്റെ ഇനിയുള്ള നീക്കങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും കൂടി ഓർത്ത് ഊഹിക്കുവാൻ കഴിയുന്നുണ്ടോ? മെർലിൻ തിരക്കി. അയാൾ എന്നെയും ഈ ഫോർമുല വാങ്ങിയ ഹൈമറിനെയും സകലരിനെയും കൊല്ലും. ഈ രാഷ്ട്രം ചുട്ടുചാമ്പലാക്കും. അയാൾക്കതിന് കഴിയും സർ. സയന്റിസ്റ്റ് ഹൈമർ? ജെയിംസ് ലോവൻ ഉള്ളിലൊന്ന് ഉരുവിട്ടു. പിന്നെ മെർലിനെ നോക്കി ആജ്ഞാപിച്ചു. മെർലിൻ, സയന്റിസ്റ്റ് ഹൈമർക്ക് ഉടൻ തന്നെ VIP കാറ്റഗറിയിലുള്ള പ്രൊട്ടക്ഷൻ നൽകാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നിർദ്ദേശം നൽകണം. അതും സഡൻലി ആയിട്ട്. യെസ് ബോസ്. മെർലിൻ വേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു. മിസ്റ്റർ ഡിസൂസ, സത്യത്തിൽ എന്തായിരുന്നു ബോംബ് കില്ലർ? ജെയിംസ് ലോവൻ ഡിസൂസയുടെ കണ്ണുകളിലേക്ക് വീണ്ടും തറപ്പിച്ചു നോക്കി. 200 കിലോ ടൺ മുതൽ സ്ഫോടക ശക്തിയുള്ള ഏത് വലിയ ഹൈഡ്രജൻ ബോംബുകളെയും അണുബോംബുകളുടെയും പ്രവർത്തനം ആരംഭിച്ച് 10-1 സെക്കൻഡിനുള്ളിൽ അതിന്റെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെടുത്തുന്നതിനായിരുന്നു ബോംബ് കില്ലർ. ഇത്തരത്തിലുള്ള 100 കില്ലറുകൾ നിർമ്മിച്ചാൽ അമേരിക്ക എന്ന ഈ മഹാഭൂഖണ്ഡത്തിൽ പോലും ഒരു ബോംബ് പോലും പൊട്ടില്ല സർ. ഡോക്ടർ നാരായണൻ ഇന്ത്യക്ക് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ സത്യം. പക്ഷെ ഞാനായിട്ടൊക്കെ ആമെ ബാസ്റ്റഡ്. അന്ത്യവേളയിലാണെങ്കിൽ കൂടി ഡോക്ടർ ഡിസൂസ മാതൃരാജ്യത്തോടും ഒറ്റ ചങ്ങാതിയോട് ചെയ്ത കൊടും അപരാധത്തെ ഓർത്തുള്ള വീണ്ടും വിചാരത്താൽ പശ്ചാത്താപ വിവശനായി. ഓ ഗോഡ്! ഡോക്ടർ നാരായണൻ എന്ന പ്രതിഭാശാലിയായ ആ ശാസ്ത്രജ്ഞന്റെ അസാധാരണ കണ്ടുപിടുത്തത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലായപ്പോൾ ജെയിംസ് ലോവൻ ആശ്ചര്യപ്പെട്ടു. ഇന്ത്യക്ക് സ്വന്തമാകേണ്ടിയിരുന്ന ഒരു മഹത്തായ കണ്ടെത്തൽ, ലോക മാനവികതയുടെ സമാധാനത്തിനു വേണ്ടി ഡോക്ടർ നാരായണൻ നാളുകൾ കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബൃഹത് സംഭാവന എല്ലാം തുറച്ചു കളഞ്ഞില്ലേ ഈ നരാധമൻ. ഷിറ്റ്! ജെയിംസ് ലോവന് ഒരേ സമയം ദേഷ്യവും സങ്കടവും വന്നു. അമർഷം കൊണ്ട് ഡോക്ടർ ഡിസൂസ എന്ന രാജ്യദ്രോഹിയെ ഈ നിമിഷം തന്നെ വെടിവെച്ച് കൊന്നാലോ എന്നിവരെ ആലോചിച്ചു ചീഫ്. പിന്നെ വല്ല വിധേനയും കോപമടക്കി. എന്നിട്ട് അമേരിക്കയിൽ ബോംബ് കില്ലറുകൾ നിർമ്മിക്കപ്പെട്ടുവോ? ആകാംക്ഷ വിടാതെ അദ്ദേഹം ചോദ്യം ചെയ്യൽ തുടർന്നു. ഉവ്വ് സർ, അമേരിക്കയിൽ 200-ലധികം ബോംബ് കില്ലറുകൾ 3 വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ച് രഹസ്യമായി സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോ ഇവിടെ ഇനി ബോംബുകൾ പൊട്ടില്ല എന്നല്ല സർ. 200 കിലോ ടണ്ണിൽ താഴെയുള്ള സ്ഫോടക ശക്തിയുള്ള ബോംബുകൾ പൊട്ടും. മാരകനാശമുളവാക്കുന്ന ഹൈഡ്രജൻ ബോംബുകളോ അണുബോംബുകളോ പൊട്ടില്ല സർ. ഇയാൾ പറയുന്നത് സത്യമാണെങ്കിൽ പിന്നെ എന്തുദ്ദേശത്തിലാണ് ബോസ് മസ്ത ഹോസ്പിറ്റൽ തകർക്കാൻ ഡേഞ്ചർ ഡെന്നിയുടെ രഹസ്യ കമാൻഡോകൾ ബോംബുകളും ആയുധങ്ങളുമായി വന്നത്? കിഷോർ തർക്കം പ്രകടമാക്കി. അത് ഒരുപക്ഷെ 200 ടണ്ണിൽ താഴെ സ്ഫോടക ശക്തിയുള്ളതായിക്കൂടെ ക്യാപ്റ്റൻ, ചീഫ് അഭിപ്രായപ്പെട്ടു. ഓ, അങ്ങനെയുമാവാം ബോസ്. ആ കിഷോർ, പെട്ടെന്ന് ചീഫ് ഉള്ളിൽ എന്തോ മാത്രം കൊണ്ട് ഓർത്തിട്ടുണ്ടോണം ക്യാപ്റ്റനെ വിളിച്ചു. ഇയാളുടെ മൊഴി സത്യമാണെങ്കിൽ ഈ വാഷിംഗ്ടണിലെ എവിടെയോ ഡേഞ്ചർ ഡെന്നി എന്ന ഡോക്ടർ നാരായണൻ മറ്റൊരു ആക്രമണത്തിന് കാത്തിരിപ്പുണ്ട് എന്ന് തന്നെയാണ് എന്റെ തോന്നൽ. അങ്ങനെയെങ്കിൽ ഡോക്ടറെ കണ്ടുപിടിച്ചേ മതിയാകൂ. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം ബോസ്. കിഷോറും ജാഗരൂകനായി. വാഷിംഗ്ടണിൽ പുതിയ പ്രഭാതത്തിന്റെ പുതുനാമ്പുമായി പുലർച്ചെയെത്തി. പക്ഷെ ആ പുതുദിനത്തിന്റെ ശാന്തമൂർധന്യതയെ നിശേഷം തകർത്ത് തരിപ്പണമാകും വിധത്തിൽ ഉച്ചത്തിലുള്ള സൈറണുകൾ മുഴക്കിയും ഹോണടിച്ചും വാഷിംഗ്ടൺ നഗരവീഥികളെ കിടിലം കൊള്ളിച്ചുകൊണ്ട് പോലീസ്, പട്ടാള, സേനാ വിഭാഗങ്ങളുടെ വാഹനങ്ങൾ റോഡിൽ തലങ്ങും വിലങ്ങും നിരനിരയായി ചീറിപ്പാഞ്ഞു. എവിടെയും പോലീസിന്റെയും സൈനികരുടെയും ഉയർന്ന ഉദ്യോഗസ്ഥർ വരെ അടങ്ങിയ വാഹനങ്ങൾ. നഗരത്തിലുടനീളം ആയുധസജ്ജരായ പോലീസ് സേനയെ വളരെ കരുതലോടെ നിയോഗിച്ചിരിക്കുന്നു. സദാ ജാഗരൂകമാണ് വാഷിംഗ്ടൺ നഗരം. ജനങ്ങൾക്ക് ഈ സന്നാഹങ്ങളും പടയോട്ടവും എന്തിനെന്ന് മാത്രം വ്യക്തമായില്ല. എന്നാൽ വൈകാതെ അവർ മറ്റൊരു കാഴ്ച കണ്ടു. തലസ്ഥാന നഗരിയിലുടനീളമുള്ള മിക്ക കെട്ടിടങ്ങളിലെയും ചുവരുകളിൽ നിറയെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്ന
അസാധാരണമായ പരസ്യ നോട്ടീസ്. അതിൽ ഡോക്ടർ നാരായണൻ എന്ന പ്രതിഭാശാലിയുടെ പാസ്പോർട്ട് കളർ ചിത്രം. ഈ വ്യക്തിയെപ്പറ്റി എന്തെങ്കിലും വിവരം അറിയുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ഉടൻ ബന്ധപ്പെടുക. വിവരം നൽകുന്നവർക്ക് തക്ക പ്രതിഫലം നൽകുന്നതാണ്. പരസ്യവാചകം ശ്രദ്ധിച്ച ആർക്ക് തന്നെയും ഡോക്ടർ നാരായണനെ കണ്ടിട്ടുള്ളതായി പോലും അനുഭവപ്പെട്ടിട്ടില്ല. അവർ തമ്മിൽ തമ്മിൽ പകച്ചു നോക്കി. സമയം 10:15. വാഷിംഗ്ടണിൽ നിന്നും കിഴക്ക് മാറി VIP ലാൻഡിലുള്ള അമേരിക്കയുടെ 2007 നോബൽ സമ്മാന ജേതാവ് സയന്റിസ്റ്റ് ഹൈമറുടെ പ്രൗഢഗംഭീരമായ സ്കൈ വില്ല. വില്ലയ്ക്ക് ചുറ്റിനും കനത്ത പോലീസ് കാവൽ. അതിനു മുന്നിൽ പടിഞ്ഞാറ് ദിശയിൽ 100 മീറ്ററോളം അകലത്തായി ലോകോത്തര കുറ്റാന്വേഷണ വിദഗ്ധൻ ജൂനിയർ ബോണ്ട് 007ന്റെ കറുത്ത വാൻ. അതിനുള്ളിൽ ആകാംക്ഷയോടെ, കരുതലിന്റെയും മുൾമുനയിൽ എന്ന പോലെ ജാഗ്രതയോടെ ആ മൂവർ സംഘം. ബോണ്ട് ചീഫ് ജെയിംസ് ലോവൻ, ഇന്ദ്രപ്രസ്ഥം ഡിറ്റക്റ്റീവ് മെർലിൻ, ക്യാപ്റ്റൻ കിഷോർ കുമാർ. എത്രയായാലും ഡേഞ്ചർ ഡെന്നി എന്ന ഡോക്ടർ നാരായണന്റെ പ്രതികാര പ്രവർത്തനങ്ങൾക്ക് വിരാമമിടാൻ ഇനി അധിക മണിക്കൂറുകൾ തന്നെ ചിലവഴിക്കേണ്ടി വരില്ലെന്ന് ജൂനിയർ ലോവന് വ്യക്തമായ മാനസിക ധാരണയുണ്ടായിരുന്നു. ആ വഴിക്ക് ചിന്തിച്ചപ്പോൾ അയാളുടെ ശത്രുക്കൾ ആകെ പ്രധാനമായും 3 പേർ. ഡോക്ടർ ഡിസൂസ, കമൽനാഥ്. കോടിക്കണക്കിന് ഡോളറുകൾ കൊടുത്ത് ബോംബ് കില്ലറിന്റെ ഫോർമുല കരസ്ഥമാക്കുകയും ഈ ഒരൊറ്റ കണ്ടുപിടുത്തത്തിന്റെ പേരിൽ നോബൽ സമ്മാന ജേതാവാവുകയും ചെയ്ത രാജദ്രോഹിയായ വഞ്ചകനായ സയന്റിസ്റ്റ് ഹൈമർ. ഡോക്ടർ ഡിസൂസ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ അതീവ ബന്ധവസായ ജയിൽ മുറിയിലാണ്. കമൽനാഥ് മുമ്പ് കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇനിയുള്ളത് സയന്റിസ്റ്റ് ഹൈമർ. അതെ, ഹൈമർ തന്നെയാണ് ഡേഞ്ചർ ഡെന്നിയുടെ അടുത്ത ഇടയെന്ന് നിഷ്പ്രയാസം ഊഹിക്കാൻ കഴിഞ്ഞു. ഏതു നിമിഷവും മരണത്തിന്റെ ചെറുവുള്ള കടൽ കഴുകനായി ഡോക്ടർ നാരായണൻ ഹൈമർക്ക് മേൽ പറന്നു വീഴും. ആ സെക്കൻഡിൽ തന്നെ ഡോക്ടർ നാരായണനെ എങ്ങനെയും പരാജയപ്പെടുത്തി കീഴടക്കുക. ഇതായിരുന്നു ജെയിംസ് ലോവന്റെയും പോലീസിന്റെയും ലക്ഷ്യം. ഏതാണ്ട് 11 മണിയോടെ പോലീസ് കമ്മീഷണർ സെൻകുമാർ റാണ മറ്റൊരു അമ്പരപ്പുളവാക്കുന്ന അത്ഭുത വാർത്ത ജെയിംസ് ലോവന്റെ മൊബൈലിലേക്ക് വിളിച്ചറിയിച്ചു. കാർ ബോംബ് സ്ഫോടനത്തിൽ അകപ്പെട്ട് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കിടെ മരണമടയുകയും കമൽനാഥിന്റെ കല്ലറയിൽ നിന്നും മോഷണം പോവുക വരെ ചെയ്ത നീരജ തമ്പി ജീവനോടെ ന്യൂയോർക്ക് ടൈംസ് പത്രം ഓഫീസിൽ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന അവിശ്വസനീയമായ വിവരം. ഇസ് ഇറ്റ് ട്രൂത്ത് കമ്മീഷണർ? ചീഫിന് കേട്ടപടി അതങ്ങ് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യെസ് സർ. നീരജ ഡോക്ടർ നാരായണന്റെ അപ്പലേച്ചിയൻ പർവ്വതനിരകൾക്ക് താഴെയുള്ള ഡേഞ്ചർ ഡെവിൾസ് പാർക്ക് എന്ന രഹസ്യ താവളത്തിൽ തടവുകാരിയായിരുന്നു. ഡോക്ടർ നാരായണൻ തന്നെയാണ് സുഖപ്പെടുത്തിയത് എന്നും നീരജ പറഞ്ഞു. കമ്മീഷണർ വ്യക്തമാക്കി. ആ കുട്ടി പിന്നെ എങ്ങനെ ഇത്ര സാഹസികമായി എസ്കേപ്പ് ചെയ്തു? ഡേഞ്ചർ ഡെന്നിയുടെ ചീഫ് കമാൻഡറെ തോക്കിൻ മുനയിൽ നിർത്തി അയാളെയും കൂട്ടി ഒരു ഹെലികോപ്റ്റർ കയറി ഇങ്ങോട്ടേക്ക് അതിസാഹസികമായി രക്ഷപ്പെടുകയായിരുന്നു. പത്ര ഓഫീസിന് മുന്നിലിറങ്ങിയ ഹെലികോപ്റ്ററിൽ നിന്ന് കമാൻഡറെ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും അയാൾ സയനൈഡ് കഴിച്ച് സൂയിസൈഡ് ചെയ്തു. ഞാനിപ്പോ അവിടെയാണ്, കമ്മീഷണർ പറഞ്ഞു. ഓക്കെ. ചീഫ് ഫോൺ കട്ട് ചെയ്തു. സമയം 11:20. ജെയിംസ് ലോവൻ ഇന്ദ്രപ്രസ്ഥത്തിന്റെ മൊബൈലിലേക്ക് ഒരു അജ്ഞാത കോൾ വന്നു. അപ്പോ ഡേഞ്ചർ ഡെന്നിയുടെ. മിസ്റ്റർ ചീഫ്. ഇയർപീസിനുള്ളിൽ ഡേഞ്ചർ ഡെന്നിയുടെ കനത്ത ഗംഭീര സ്വരം. നിങ്ങൾ ആരാണ് മിസ്റ്റർ? അദ്ദേഹം തെല്ലു ദേഷ്യത്തെ തിരക്കി. താങ്കൾ തേടുന്ന ആൾ തന്നെ ചീഫ്. ഡോക്ടർ നാരായണൻ എന്ന ഡേഞ്ചർ ഡെന്നി. മൈ ഗോഡ്. ചീഫിന്റെ മുഖത്ത് നേർത്ത വിസ്മയം പ്രകടമായി. അദ്ദേഹം സൗപ്രവർത്ത് കൂടി കേൾക്കാൻ പാകത്തക്ക തരത്തിൽ ഫോണിന്റെ ലൗഡ് സ്പീക്കർ ഓൺ ചെയ്തു വെച്ചു. ഞെട്ടേണ്ട മിസ്റ്റർ ചീഫ്. ഞാൻ ഇപ്പോഴും താങ്കളുടെ ശത്രുവല്ല. എനിക്ക് താങ്കളുടെ കുറ്റാന്വേഷണ ജോലിയിലും സത്യസന്ധമായ റിപ്പോർട്ടിങ്ങിലും മതിപ്പുണ്ട്. പക്ഷേ സത്യസന്ധർക്കും കഴിവുള്ളവർക്കും ഈ ലോകത്ത് സ്ഥാനമില്ല ചീഫ്. ചീഫ് ആദ്യം മൗനിയായി, പിന്നെ തിരക്കി. ഡോക്ടർ, താങ്കൾ എന്തിനാണ് വാഷിംഗ്ടണിൽ ഇത്രയധികം നരഹത്യകൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? എന്റെ ഭ്രാന്ത് എന്താണെന്ന് ആ നായിന്റെ മോൻ ഡിസൂസ താങ്കളോടും പോലീസിനോടും പറഞ്ഞു കഴിഞ്ഞില്ലേ ചീഫ്? പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു അപ്രസക്തമായ ചോദ്യം, പ്രത്യേകിച്ചും എനിക്ക് വളരെ തിരക്കുള്ള നേരത്ത്? അപ്പൊ അതും അറിഞ്ഞു അയാൾ? സ്റ്റുപ്പിഡ്. മെർലിൻ അത് കേട്ട് രോഷം വന്നു. ചീഫ് തലയാട്ടി. ക്യാപ്റ്റൻ ജിജ്ഞാസാഭരിതനായി നിന്നു. മിസ്റ്റർ ചീഫ്, എന്താണ് നിങ്ങൾക്ക് ഇനി ക്ലിയർ ചെയ്യാനുള്ളത്? താങ്കൾക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന മറുപടി തികച്ചും സത്യസന്ധമായിരിക്കും. 5 മിനിറ്റ് തരാം ചീഫ് നിങ്ങൾക്ക് ഞാൻ. അതിനുശേഷം ജെയിംസ് ലോവൻ ഉദ്വിഗ്നനായി. നട്ടുച്ച 12 മണിക്ക്
അമേരിക്കയിലെ ചതിയനായ ശാസ്ത്രജ്ഞൻ ഹൈമറെ വാഷിംഗ്ടണിന്റെ ജനമധ്യത്തിൽ തൂക്കിലേറ്റുന്നു. പിന്നാലെ ഡോക്ടർ ഡിസൂസ എന്ന കാബാലികനെ വെടിവെച്ചു കൊള്ളുന്നു. പിന്നെ അവന്റെ ഹോസ്പിറ്റൽ സമുച്ചയം ഞാൻ പരിച്ഛേദം തകർക്കും. അതും കഴിഞ്ഞ് ഞാൻ എന്റെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ച ബോംബ് കില്ലറിന്റെ ഫോർമുല മോഷ്ടിച്ചവർക്ക് സംരക്ഷണവും രഹസ്യ പ്രോത്സാഹനവും നൽകിയ അമേരിക്കൻ ഗവൺമെന്റ് നടപടിയോടുള്ള പ്രതിഷേധമായി വാഷിംഗ്ടണിൽ 10,000 പേരുടെ കൂട്ടക്കുരുതിക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും ചീഫ്. സറണ്ടർ ആവാൻ സ്വയം തൂക്കിലേറാൻ തയ്യാറായി. മിസ്റ്റർ നാരായണൻ, ജെയിംസ് ലോവൻ ഘനത്തിൽ വിളിച്ചു. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരുപാട് നിരപരാധികളെ കൊന്നൊടുക്കി കഴിഞ്ഞു. ഇനി അത് ആവർത്തിക്കരുത്. ബോംബ് കില്ലറിന്റെ കണ്ടുപിടുത്തം അത് നിങ്ങളുടേതായിരുന്നുവെന്ന് ഞാൻ പുറത്തു കൊണ്ടുവരും ഡോക്ടർ. പ്ലീസ് കോപ്പറേറ്റ് മീ. താങ്കൾ ഫലിതം പറയുന്നു ചീഫ്. മറുതലക്കിൽ നാരായണന്റെ പൊട്ടിച്ചിരി കേട്ടു. എന്റെ സ്വപ്നം, കുടുംബം ഒന്നുമില്ല ചീഫ് ഇനി ബാക്കി. എല്ലാം നഷ്ടപ്പെട്ടതിന് മുന്നിൽ എതിരാളികളുടെ ശിരസറുക്കൽ മാത്രമാണ് ഏക ലക്ഷ്യം. പെട്ടെന്ന് ജെയിംസ് ലോവന്റെ സംഭാഷണത്തിലെ അനുനയം മാറി. മിസ്റ്റർ, ഇപ്പൊ തന്നെ നിങ്ങളുടെ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾ തടവിലാക്കിയിരിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് നീരജ തമ്പി വരെ നിങ്ങളുടെ കമാൻഡോയെ കീഴ്പ്പെടുത്തി വാഷിംഗ്ടണിൽ വന്നു കഴിഞ്ഞു. കമാൻഡോ ചീഫ് വധിക്കപ്പെടുകയും ചെയ്തു. അറിഞ്ഞു ചീഫ്, എല്ലാം അറിഞ്ഞു. പക്ഷെ എനിക്കിതൊന്നും വാർത്തയല്ല. കാരണം ആ ലേഡി റിപ്പോർട്ടർ സമർത്ഥയാണ്. അവൾ സത്യത്തിന്റെ പാതയിലാണ് സഞ്ചരിക്കുന്നത്. തന്നെയുമല്ല, എന്റെ പേരിൽ ഡോക്ടർ ഡിസൂസ നടത്തിയ കാർ ബോംബ് സ്ഫോടനത്തിൽ വഴിവെക്കിൽ കിടന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്റെ ആളുകൾ. തുടർന്ന് കമൽനാഥിന്റെ കല്ലറ പൊളിച്ച് അവളെ കൊണ്ടുപോയത് ഞാനാണ് ചീഫ്. ഡോക്ടർ നാരായണൻ ചിരിയോടെ പറഞ്ഞു. അപ്പോ നിങ്ങളല്ലേ സ്ഫോടനത്തിന് പിന്നിൽ? നെവർ. നീരജയുടെ അന്വേഷണം ഡിസൂസയിലേക്ക് എത്തുമെന്ന് ഭയത്താൽ എന്റെ പേരിൽ അയാളാണത് ചെയ്തത്. മാത്രമല്ല, ശിരസിലെ മേജർ ഓപ്പറേഷനിൽ നീരജ മരിച്ചിട്ടില്ലായിരുന്നു. അവളെ ട്രീറ്റ് ചെയ്ത ഡോക്ടേഴ്സിനെ ഡോക്ടർ ഡിസൂസ പണം കൊടുത്ത് സ്വാധീനിച്ച് ജീവൻ ഉണ്ടായിരുന്നപ്പോ തന്നെ മോർച്ചറി ഫ്രീസറിൽ വയ്ക്കുകയായിരുന്നു. പക്ഷെ ഞാൻ അവിടെയും അവളുടെ മേൽ ശ്രദ്ധിച്ചു. ഒടുവിൽ കല്ലറ പൊളിച്ച് രക്ഷപ്പെടുത്തും വരെ ഞാനാണ് ചീഫ് അവർക്ക് ജീവവായു പകർന്നത്. നിങ്ങളൊരു വിചിത്ര മനുഷ്യൻ തന്നെ ഡോക്ടർ. ജെയിംസ് ലോവന് അത് അംഗീകരിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല. മിസ്റ്റർ നാരായണൻ, റോസ്വ്യൂ ആർക്കേഡിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട വിചിത്ര മനുഷ്യൻ അത് നിങ്ങൾ തന്നെയായിരുന്നില്ലേ? യെസ് ചീഫ്. പ്രതികാര പാതയിൽ സഞ്ചരിക്കുമ്പോ ഞാൻ ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്ത ഭാവവും രൂപവുമായിരുന്നു അത്. ഡേഞ്ചർ ഡെന്നിയുടേത്. പക്ഷെ നിങ്ങളെ കണ്ട ആളുകൾ 6 പേർ ഒരേ സമയം മരണപ്പെട്ടത് ഞാൻ അവരുടെ ഹൃദയം സ്തംഭിപ്പിച്ച് കൊല്ലുകയായിരുന്നു ചീഫ്. അവർ 6 പേർ എന്റെ ഫോർമുല മോഷണത്തിന് ദൃക്സാക്ഷികളായിരുന്നു. അവർ എനിക്കെതിരെ സാക്ഷി നിരത്തുകയും ചെയ്തു. അതെങ്ങനെ ഡോക്ടർ അവരെ താങ്കൾ കൊലപ്പെടുത്തിയത്? ബൈ ഹിപ്നോട്ടിസം. ഇറ്റ് ഈസ് ഇംപോസിബിൾ. ചീഫ് നടുക്കത്തോടെ മർലിനെയും കിഷോറിനെയും നോക്കി. യെസ്, ലോകത്തെ ഏറ്റവും സമർത്ഥനായ ഹിപ്നോട്ടിസ്റ്റായ എനിക്ക് ഏതൊരു മനുഷ്യനെയും സജഷനിലൂടെ ഉറക്കാതെ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നു. അയാളുടെ മനസ്സിലേക്ക് മരണവേദനയുടെ സജഷൻ മുഖത്ത് നോക്കി നൽകി മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഡോക്ടർ. ചീഫ് അമർത്തിമൂളി. കാരണം അദ്ദേഹവും ഹിപ്നോട്ടിസത്തിന്റെ അനന്തമായ സാധ്യതകളെ കുറിച്ച് വളരെ ബോധവാനായിരുന്നു. താങ്കളല്ലേ മസ്ത ഹോസ്പിറ്റലിൽ രക്തന്റെ മരണത്തിനിടയാക്കിയ അണുജീവികളെ ഡെഡ് ബോഡിയിൽ സൃഷ്ടിച്ചത്? ചീഫ് വീണ്ടും ചോദ്യം തൊടുത്തു. തീർച്ചയായും ചീഫ്, ഞാനാണ് മോർച്ചറിയിലെ ആ അണുജീവികളുടെ ഉൽപാദകൻ. ഡോക്ടർ നാരായണൻ ഊറിച്ചിരിച്ചു. ഡോക്ടർ ഡിസൂസയുടെ മകളുടെ വയറ്റിൽ വിചിത്ര ജീവിയെ ജനിപ്പിച്ചതും നിങ്ങളുടെ നികൃഷ്ടനായ മനുഷ്യനല്ലേ ഡോക്ടർ? മർലിനാണ് ഫോണിലൂടെ തിരക്കിയത്. അതെ മർലിൻ, ഞാൻ അവളുടെ ഗർഭപാത്രത്തിൽ അങ്ങനെയും ഒരു പാതകം ചെയ്തു. എന്റെ കുടുംബം നശിപ്പിച്ചവന്റെ മകളായിരുന്നു അവൾ. ഇയാൾ ഒരു സമർത്ഥനായ ശാസ്ത്രജ്ഞനും കുറ്റവാളിയും തന്നെ അല്ലേ ബോസ്? കിഷോർ തെല്ലു നേരത്തെ നീണ്ട സ്തംഭനാവസ്ഥയിൽ മോചിതനായി തിരക്കി. യെസ് കിഷോർ, ജൂനിയർ ബോണ്ട് മെല്ലെ പറഞ്ഞു. ദെൻ മിസ്റ്റർ ചീഫ്, ഇനി നമുക്ക് അടർക്കളത്തിൽ കാണും വരെ ഗുഡ് ബൈ. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് ഡോക്ടർ നാരായണൻ. ഡേഞ്ചർ ഡെന്നി. ബോൺ ചീഫ് പതുക്കെ ഒന്ന് ഉരുവിട്ടു. പിന്നെ വാൻ സ്റ്റാർട്ട് ചെയ്തു. പ്രമാദമായ വാഷിംഗ്ടൺ കൊലപാതക കേസുകളുടെ അന്വേഷണ ചുമതല പ്രസിഡന്റിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഏറ്റെടുത്ത ലോകപ്രസിദ്ധ കുറ്റാന്വേഷണ വിദഗ്ധൻ ജൂനിയർ ബോണ്ട് 007 എന്ന അപരനാമത്തിനുടമയും സാഹസികനുമായ ജെയിംസ് ലോവൻ ഇന്ദ്രപ്രസ്ഥത്തിന്റെ കറുത്ത വാൻ ഹോട്ടൽ എമറാൾഡിന്റെ പാർക്കിംഗ് ഏരിയയിൽ അസ്ത്രം പോലെ പാഞ്ഞു വന്നു നിന്നു. അപ്പോൾ സമയം 11:45. ഡേഞ്ചർ ഡെന്നി എന്ന ഭീകരൻ ഹൈമറിനെയും ഡോക്ടർ ഡിസൂസയെയും വധിച്ച്
മസ്ത ഹോസ്പിറ്റലും തകർത്ത് വാഷിംഗ്ടണിൽ 10,000-ങ്ങളെ കുരുതി കഴിക്കുമെന്ന ഭീഷണി മുഴക്കിയിരിക്കുന്ന 12 മണിയാകുവാൻ ഇനി നിർണായകമായ 15 മിനിറ്റ് അവശേഷിക്കുന്നു. സമയം 11:48. ജെയിംസ് ലോവനും സഹപ്രവർത്തകരും ലിഫ്റ്റ് കയറി തങ്ങളുടെ റൂമിൽ പാഞ്ഞെത്തി. കിഷോറും മെർലിനും 2 കമ്പ്യൂട്ടറുകൾക്ക് മുന്നിൽ ജോലി ആരംഭിച്ചപ്പോ ചീഫ് ബോണ്ട് റൂമിൽ വലതുഭാഗത്തിന് ജാലകത്തിനരികിൽ ഘടിപ്പിച്ചിട്ടുള്ള പ്രത്യേക വയർലെസ് യന്ത്രത്തിന് മുന്നിലെത്തി ഹെഡ്ഫോൺ ധരിച്ചു. അദ്ദേഹം അപ്പൊ തന്നെ തീപിടിച്ച മനസ്സുമായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ടു. മസ്ത ഹോസ്പിറ്റലും വാഷിംഗ്ടൺ സിറ്റിയും ഹൈമറുടെ ബംഗ്ലാവും പോലീസിന്റെയും പട്ടാളത്തിന്റെയും കനത്ത കാവലിലാണെന്ന് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് മറുപടി ലഭിച്ചു. ഒരിടത്തും സുരക്ഷാ ക്രമീണത്തിൽ യാതൊരു ചെറുപഴുതുകളുടെ പോലും വീഴ്ചയില്ലെന്ന് അവർ ജെയിംസ് ലോവനോട് ആവർത്തിച്ച് വ്യക്തമാക്കി. എങ്കിലും ജെയിംസ് ലോവന്റെ ഉള്ളിൽ വല്ലാത്ത ആപത്ശങ്ക അനുഭവപ്പെട്ടു. ക്യാപ്റ്റൻ കിഷോർ കുമാറിനും മെർലിനും അതിലേറെ ഉത്കണ്ഠയുണ്ടായിരുന്നു. കാരണം അത്രത്തോളം ജീനിയസായ ഒരു മഹാശാസ്ത്രജ്ഞനാണ് മനുഷ്യർക്ക് തന്നെ അവിശ്വസനീയങ്ങളായ ആയുധങ്ങളും യുദ്ധമുറകളുമായി വാഷിംഗ്ടണിൽ ശത്രു നിഗ്രഹത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ആക്രമണത്തിന്റെ സാധ്യതകളെ പറ്റിയോ സ്വഭാവ രീതിയെക്കുറിച്ചോ ആർക്കും മുൻകൂട്ടി പ്രവചിക്കാനാവില്ല. നിമിഷങ്ങൾ പിന്നിടും തോറും ജെയിംസ് ലോവന് ഉത്കണ്ഠയും ആദിയുമായി. എങ്കിലും സമചിത്തത പാലിക്കുവാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചു. ക്യാപ്റ്റൻ കിഷോർ കുമാർ പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന പോലെ കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്ന് ചാടി എഴുന്നേറ്റ് റൂമിലെ TV ഓൺ ചെയ്തു. ചാനലുകൾ എല്ലാറ്റിലും തന്നെ ഡേഞ്ചർ ഡെന്നി എന്ന ഡോക്ടർ നാരായണന്റെ ആക്രമണ ഭീഷണിയെ പറ്റിയും അതിനുള്ള കാരണങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ന്യൂസുകൾ യഥാവിധം പൊടിപൊടിക്കുന്നു. ചാനലുകൾക്ക് ചാകരയായ വാർത്ത. പെട്ടെന്ന് ന്യൂസ് പ്രസ് അസോസിയേഷന്റെ അനസോവ ന്യൂസ് കോമിലെ വ്യത്യസ്തമായ വാർത്ത ക്യാപ്റ്റന്റെ കണ്ണിൽപ്പെട്ടു. അരനോവിൽ ഡേഞ്ചർ ഡെന്നിയുടെ സങ്കേതത്തിൽ നിന്നും അതിസാഹസികമായി രക്ഷപ്പെട്ടെത്തിയ ന്യൂയോർക്ക് ടൈംസ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് നീരജ തമ്പിയെ വാഷിംഗ്ടൺ നഗരമധ്യത്തിൽ ചാനലുകാർ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ ലൈവ് പ്രോഗ്രാം. ബോസ്, TV ശ്രദ്ധിച്ചിട്ട് മെർലിനാണ് വിളിച്ചത്. വൈ മെർലിൻ? ജെയിംസ് ലോവൻ ആകാംക്ഷയോടെ അങ്ങോട്ട് തിരിഞ്ഞു. നീരജ, മെർലിൻ പതുക്കെ ചുണ്ടനക്കി. TVയിൽ നഗരമധ്യത്തിലെ വൻ പോലീസ് സന്നാഹങ്ങളുടെ ഇടയിൽ വാർത്ത ശേഖരിക്കാനായി എത്തിയ നീരജ തമ്പിയുടെ തിടുക്കത്തിലുള്ള അഭിമുഖമെടുക്കുകയാണ് ചാനൽ സംഘം. അവളുടെ സുരക്ഷയെ കരുതി ഭയന്നിട്ടായിരിക്കാം തെല്ലകലെ ഒരുക്കിയിട്ടിരിക്കുന്ന കാറിൽ ഡോക്ടർ തമ്പിയും സുലോചന തമ്പിയും പരിഭ്രമിച്ച മുഖത്തോടെ ഇരിക്കുന്നത് കാണാം. പെട്ടെന്ന് സമയം 11:50. TVയിൽ ഇന്റർവ്യൂവിനിടെ നീരജ തിടുക്കത്തിൽ മൊബൈൽ അറ്റൻഡ് ചെയ്യുന്നതും നടുങ്ങി വിറയ്ക്കുന്നതും ജെയിംസ് ലോവൻ ഞെട്ടലോടെ ശ്രദ്ധിച്ചു. ആ സെക്കൻഡിൽ തന്നെ നീരജ ചാനൽ പ്രവർത്തകരെ തട്ടിമാറ്റി മറ്റാർക്കോ ഫോൺ ചെയ്യുന്നതും മൂവരും TVയിൽ ശ്രദ്ധിച്ചു. സമയം 11:52. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും കമ്മീഷണർ സെൻകുമാർ റാണയുടെ തികച്ചും സംഭവബഹുലമായ സന്ദേശം ചീഫിന്റെ വയർലെസ് സംവിധാനത്തിലെത്തി. മസ്ത ഹോസ്പിറ്റലിൽ വൻ തീപിടുത്തം. ഹോസ്പിറ്റൽ മുഴുവനായും അഗ്നി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണിപ്പോ. മൈ ഗോഡ്! ഡിറ്റക്റ്റീവ് ജെയിംസ് ലോവൻ വല്ലാത്ത നടുക്കത്തോടെ മെർലിനെയും ക്യാപ്റ്റനെയും മാറി മാറി നോക്കി. അവരും വിളറി വെളുത്തുപോയി ആ ദുരന്ത വാർത്ത ശ്രവിച്ചിട്ട്. ഒരു നിമിഷം വൈകിയില്ല. കമോൺ ഫാസ്റ്റ്! ജെയിംസ് ലോവൻ സഹപ്രവർത്തകരെ നോക്കി ആജ്ഞാപിച്ചിട്ട് പുറത്തേക്ക് പാഞ്ഞു. പിന്നാലെ മെർലിനും ക്യാപ്റ്റനും. വാൻ ഹോട്ടൽ മുറ്റത്തു നിന്ന് മിസൈൽ പോലെ മസ്ത ഹോസ്പിറ്റലിനെ ലക്ഷ്യമാക്കി കുതിച്ചു. 4 മിനിറ്റ് കൊണ്ട് അവർ അവിടെ എത്തിയപ്പോൾ അതിഭയങ്കരമായ ഒരു പൊട്ടിത്തെറിയോടെ മസ്ത ഹോസ്പിറ്റൽ എന്ന ഡോക്ടർ ഡിസൂസയുടെ സ്വപ്ന ഹോസ്പിറ്റൽ 10,000-ങ്ങളുടെ ജീവിതം തകർത്തുകൊണ്ട് നിലംപൊത്തുകയായിരുന്നു. ഹോസ്പിറ്റലിന്റെ 200ഓളം മീറ്റർ അകലെ നിന്നാണ് ആ ദുരന്ത കാഴ്ച ഏവർക്കും കാണാനായുള്ളൂ. ആകാശം മുട്ട ഉയരത്തിൽ അഗ്നിയായിരുന്നു. തുടരെ തുടരെ ചെറിയതും വലിയതുമായ പൊട്ടിത്തെറികൾ. 10,000-കണക്കിന് മനുഷ്യരുടെ ദീനമായ മരണവെപ്രാളത്തിലുള്ള നിലവിളി, ആർത്തനാദങ്ങൾ. അക്ഷരാർത്ഥത്തിൽ ആ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച് വാഷിംഗ്ടൺ കുലുങ്ങി വിറച്ചു. ഇതേ സമയം പകയുടെ കൊടുങ്കാറ്റായി മാറിയ ഡോക്ടർ നാരായണൻ എന്ന ഡേഞ്ചർ ഡെന്നി അമേരിക്കൻ പട്ടാള വാഹനത്തിന് സമാനമായ മറ്റൊരു ട്രക്കിൽ തന്റെ 40-ലധികമുള്ള ചാവേപ്പടയാളികളുമായി നോബൽ സമ്മാന ജേതാവ് സയന്റിസ്റ്റ് ഹൈമറുടെ സ്കൈവില്ലയെ ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്നു. ട്രക്കിന് മധ്യഭാഗത്ത് പ്രത്യേകം ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു റിവോൾവിംഗ് ചെയറിൽ യന്ത്രത്തോക്കുമേന്തി അതാ പ്രതികാരദാഹിയായി സംഹാരമൂർത്തി ഭാവമെടുത്ത് ഡോക്ടർ നാരായണൻ. ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ബോംബ് പൊട്ടില്ലാത്ത അമേരിക്കയിൽ നമ്മൾ മസ്ത ഹോസ്പിറ്റലിനെ അഗ്നിക്കിരയാക്കി. ഇനി ആ ബാസ്റ്റഡ് ഹൈമർ, അതും കഴിഞ്ഞിട്ട് മതി നമുക്ക് ഡിസൂസയും ബാക്കി 10,000-ത്തെയും. അങ്ങനെ ഇവിടെ ഞാൻ ചുട്ട് ചാമ്പലാക്കും. ഇനിമേൽ
ഈ ലോകത്ത് ഒരു വ്യക്തിയും ഒരു രാജ്യവും മറ്റൊരാളുടെ കണ്ടുപിടുത്തം മോഷ്ടിക്കരുത്. ഡോക്ടർ നാരായണൻ അടങ്ങാത്ത വ്യഥയോടും പകയോടും പല്ല് ഞെരിച്ചു. ആയുധധാരികളായ കമാൻഡോകൾ എന്തിനു തയ്യാറായി തന്നെ നിന്നു. സമയം കൃത്യം 12 മണി. ഹൈമറുടെ വീടിന് മുന്നിൽ ഡേഞ്ചർ ഡെന്നി അടങ്ങിയ ട്രക്ക് ഇരച്ചു നിന്നു. ട്രക്കിൽ നിന്ന് അപ്പോൾ പുറത്തിറങ്ങിയ ഡേഞ്ചർ ഡെന്നിക്ക് അമേരിക്കൻ സെഡ് 40 നമ്പർ കമ്പനി പട്ടാള മേധാവി മേജർ നാഗറാം രമൺഷയുടെ രൂപമായിരുന്നു. തങ്ങളുടെ മേജറെ മുന്നിൽ കണ്ടതും കാവൽ നിന്നിരുന്ന സകലരും അറ്റൻഷനായി. മേജർ നാഗറാം രമൺഷ അവരെ ഒന്ന് കൈ ഉയർത്തി വിഷ് ചെയ്തിട്ട് വേഗത്തിൽ അകത്തേക്ക് കടന്നു. വിസിറ്റിംഗ് ഹാളിൽ 20ഓളം പട്ടാളക്കാർക്ക് നടുവിലായിരുന്നു ആകെ ഭയവിഹ്വലനായ ഹൈമർ എന്ന 55-കാരൻ. ബോംബ് കില്ലറുടെ ഫോർമുല കോടിക്കണക്കിന് ഡോളറുകൾ കൊടുത്ത് സ്വന്തമാക്കിയ നാണം കെട്ട ശാസ്ത്രജ്ഞൻ മേജർ നാഗറാം രമൺഷ പട്ടാളക്കാർക്കിടയിലൂടെ ഹൈമറുടെ സമീപത്തെത്തി. ഹൈമറോട് മേജർ എന്തോ സ്വകാര്യത്തിൽ പറഞ്ഞിട്ട് മറ്റു പട്ടാളക്കാരോട് പുറത്തു പോകാൻ അഭ്യർത്ഥിച്ചു. അവർ പുറത്തേക്ക് പോയതും മേജർ വേഗത്തിൽ വാതിലടച്ചു. പിന്നെ തന്റെ മുഖത്തെ മേജറുടെ മുഖരൂപത്തിലുള്ള നേർത്ത റബ്ബർ മുഖംമൂടി പറിച്ചു മാറ്റി. അടുത്ത സെക്കൻഡിൽ ഹൈമർ ഭയന്ന് വിറച്ചുപോയി. മുന്നിൽ പട്ടാള മേധാവിക്ക് പകരം ഡോക്ടർ നാരായണൻ. ഹൈമർക്ക് സിരകളിൽ രക്തം ഉറഞ്ഞുപോയി. ഡോക്ടർ നാരായണന് ആ നീചനായ മനുഷ്യനോട് ഒന്നും ചോദിക്കാനോ പറയാനോ ഉണ്ടായിരുന്നില്ല. എളിയിൽ നിന്നും പിസ്റ്റൾ വലിച്ചെടുത്ത് ഈയലിനെ പോലെ വിറയ്ക്കുന്ന ഹൈമറുടെ വായിലേക്ക് കുത്തിക്കയറ്റി. ട്രിഗറിൽ ഡോക്ടർ നാരായണൻ വിരൽ മെല്ലെ അമർത്തി. എന്നെ കൊല്ലരുത് നാരായണൻ. നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. ഞാൻ ചെയ്തത് കുറ്റമാണ്, ദ്രോഹമാണ്. ഹൈമർ നിസ്സഹായതയോടെ പ്രതികാരാഗ്നിയായ ഡോക്ടർ നാരായണന് മുന്നിൽ കൈകൂപ്പി. ഇല്ല പിശാചേ, നാരായണന് മുന്നിൽ ശത്രുക്കളുടെ രക്തപ്പൊഴി ഒഴുകണം. ഫോർമുല മോഷണത്തിന് ദൃക്സാക്ഷിയായിരുന്ന 6 പേർ, ഡോക്ടർ ഡിസൂസയ്ക്ക് ഇവിടെ അഭയം നൽകിയ അവനെ സഹായിച്ച IG ഹെൻറി ജോൺസൺ, ജയപ്രകാശ് ഗുപ്ത, മോപ്പാസാങ് പെരേര, സകല ദ്രോഹികളെയും ഞാൻ നാമാവശേഷമാക്കി. ഇനി നിങ്ങളും ഡിസൂസയും. നാരായണൻ ചീറി. ഹൈമറുടെ ഉള്ളിൽ കിടുങ്ങിപ്പോയി. സമയം 12:45. ഡേഞ്ചർ ഡെന്നി എന്ന സംഹാരമൂർത്തിയുടെ ഒരു പടനീക്കവും പരാജയപ്പെട്ടില്ല. കലിപൂണ്ട പടയോട്ടത്തിൽ എതിരാളികൾ ഡോക്ടർ നാരായണന് ആർത്തി പിടിച്ച ഹരമാണ്. അവരെ കൊന്നൊടുക്കാനുള്ള വ്യഗ്രതയാണ്. അതാ വാഷിംഗ്ടൺ നഗരമധ്യത്തിലെ ഒരു വലിയ തൂണിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചു നിർത്തിയിരിക്കുകയാണ് ഡേഞ്ചർ ഡെന്നി. 2 അന്താരാഷ്ട്ര ക്രിമിനലുകളുടെ, സയന്റിസ്റ്റ് ഹൈമറെയും ഡിസൂസയെയും. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും മസ്ത ഹോസ്പിറ്റൽ സൃഷ്ടിച്ച അതേ അഗ്നിബാധയുണ്ടാക്കിയിട്ടാണ് അതിവിദഗ്ധമായി സകലരെയും കബളിപ്പിച്ച് ഡോക്ടർ ഡിസൂസയെ നാരായണനും കമാൻഡോകളും ചേർന്ന് തട്ടിയെടുത്തത്, ഇവിടെ നഗരമധ്യത്തിൽ അന്ത്യവിസ്താരത്തിന് എത്തിച്ചത്. എതിരാളികളെ, തന്റെ ജീവിതം തകർത്ത ശത്രുക്കളെ വിധിന്യായത്തിന് നിർത്തിയിട്ട് അരികിൽ തന്നെ ഡേഞ്ചർ ഡെന്നി എന്ന ഡോക്ടർ നാരായണൻ പകയുടെ കനലുമായി കാത്തു നിൽക്കുകയാണ്. 300 മീറ്ററോളം മാറി. ചുറ്റിനും 10,000-കണക്കിന് ജനങ്ങൾ, പോലീസ്, പട്ടാളം, മീഡിയ പ്രവർത്തകർ. ആർക്കും നിന്നിടത്തു നിന്നും ഒന്ന് അനങ്ങാൻ ധൈര്യം വന്നില്ല. ബന്ധനത്തിലായ ഹൈമറുടെയും ഡോക്ടർ ഡിസൂസയുടെയും ശരീരത്ത് അനേകം ബോംബുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ നാരായണന്റെ ദേഹത്തും ബോംബുകൾ ക്രമത്തിൽ അടുക്കി ഘടിപ്പിച്ചിരിക്കുന്നു. എല്ലാറ്റിന്റെയും റിമോട്ട് കൺട്രോളർ ഡോക്ടർ നാരായണന്റെ കയ്യിലെ റിമോട്ട് സ്വിച്ചിൽ. ആകാംക്ഷാഭരിതമായ നിമിഷങ്ങൾ. പോലീസും പട്ടാളവും ഡോക്ടർ നാരായണനോട് കീഴടങ്ങുവാൻ ഉച്ചഭാഷണികളിലൂടെ നിരന്തരം നിർദ്ദേശം പുറപ്പെടുവിക്കുന്നു. വൈകിയില്ല. ഡോക്ടർ നാരായണൻ മറ്റൊരു ഉച്ചഭാഷണിയിലൂടെ ചുറ്റിനുമുള്ള കാഴ്ചക്കാരോടായി 7 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ വഞ്ചനയുടെ ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തി. ആരെയും അമ്പരപ്പിക്കുന്ന ആ സത്യം അറിഞ്ഞ പലരും നെറ്റിച്ചുടിച്ചു. അവർ ഒന്നടങ്കം ഹൈമറെയും ഡോക്ടർ ഡിസൂസയെയും വെറുപ്പോടെ നോക്കി. ഡോക്ടർ നാരായണനെ വളരെ ബഹുമാനത്തോടും വീക്ഷിച്ചു. പക്ഷേ അതുകൊണ്ട് ഡോക്ടർ നാരായണന് ഇനി എന്ത് പ്രയോജനം? ഡോക്ടർ നാരായണൻ റിമോട്ട് കൺട്രോളിലെ ചുവന്ന ബട്ടണിൽ മെല്ലെ ചൂണ്ടുവിരൽ വെച്ചു. പിന്നെ മെല്ലെ പിന്നോട്ട് മാറി. ആളുകൾക്കും പോലീസിനും മുന്നിൽ ആ നിർണായകമായ സമയം പകർത്താൻ നീരജ തമ്പി തന്റെ ക്യാമറ ഉയർത്തി. പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും കയ്യിൽ പിസ്റ്റളുമായി ദീർഘകായനായ ആ മനുഷ്യൻ പുറത്തേക്ക് വന്നു. കുറ്റവാളികളുടെ പേടി സ്വപ്നം. ജൂനിയർ ബോണ്ട് 007. ഡോക്ടർ നാരായണൻ, ഡോണ്ട് മൂവ്, ഐ വിൽ ഷൂട്ട് യു. സകലരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജെയിംസ് ലോവൻ ഇന്ദ്രപ്രസ്ഥം ഡേഞ്ചർ ഡെന്നിക്കരിയിലേക്ക് സധൈര്യം നടന്നെടുത്തു. മിസ്റ്റർ ചീഫ്, ഗോ ബാക്ക്, മുന്നോട്ട് വരരുത്. ഡോക്ടർ നാരായണൻ ഉച്ചത്തിൽ അതികഠിനമായ താക്കീത് നൽകി. ആ നിമിഷം ചീഫിന്റെ കയ്യിലെ തോക്കുകിട്ടി. ഡോക്ടർ നാരായണന്റെ വലത് കൈത്തണ്ടയിൽ ബുള്ളറ്റ് തുളഞ്ഞു കയറി. അയാൾ വല്ലാത്തൊരു ഗർജന ശബ്ദത്തോടെ റിമോട്ട് സ്വിച്ചിൽ വിരലമർത്തി. 1, 2, 3 തവണ അമർത്തിയിട്ടും ബോംബുകൾ പൊട്ടിയില്ല.
ഡോക്ടർ നാരായണൻ വിളറി വെളുത്തുപോയി, വിയർത്തുപോയി. അത് പൊട്ടില്ല ഡോക്ടർ നാരായണൻ. കാരണം നിങ്ങൾ അവരുടെ ദേഹത്ത് ധരിപ്പിച്ചത് ഞാൻ നിർവീര്യമാക്കിയ ബോംബുകളാണ്. ചീഫ് ഒരു പോരാളിയെ പോലെ മുന്നോട്ട് നടന്നു. പിന്നാലെ മെർലിനും കിഷോറും ഉണ്ടായിരുന്നു. എങ്ങനെ എങ്ങനെ സാധിച്ചു ഇത്? നാരായണൻ ഭ്രാന്തനായി മാറി. അയാളുടെ ഗർജനം വാഷിംഗ്ടണിനും മുഴക്കി. താങ്കളുടെ കമാൻഡോ സംഘത്തിലെ എന്റെ ജൂനിയർ ഡിറ്റക്റ്റീവ് രാജ് കിരൺ വഴി. അത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാ അതാണ് ഡോക്ടർ ജെയിംസ് ലോവൽ ഇന്ദ്രപ്രസ്ഥം. ഇനി താങ്കൾക്ക് കീഴടങ്ങിക്കൂടെ? ജെയിംസ് ലോവൻ നിസ്സാരതയോടെ മന്ദഹസിച്ചു. തന്റെ ദൗത്യത്തിന്റെ വിജയകരമായ അവസാന ഘട്ടത്തിലായിരുന്നു ജൂനിയർ ബോണ്ട് 007. ഡോക്ടർ നാരായണന് എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങേയറ്റം പരാജിതനായി രണഭൂവിൽ ആദ്യമായി തളർന്നു നിന്നു. ചുറ്റിനും തന്റെ 50ഓളം കമാൻഡോകളുണ്ട്. പക്ഷെ ഇപ്പോ നേർക്കുനേർ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അവരെല്ലാം കൊല്ലപ്പെടില്ലേ എന്ന സംശയം അയാളുടെ സപ്തനാടികളും തളർത്തി. അയാൾ പതറിപ്പോയി. ഡോക്ടർ നാരായണൻ, ഇവിടെയും എങ്ങും എത്തിയില്ല. ഞാൻ എങ്ങും എത്തിയില്ല. തോറ്റു. ഇന്ത്യക്കാരനായ ഈ പാവം ശാസ്ത്രജ്ഞനെ എല്ലാവരും ചേർന്ന് ഇവിടെയും തോൽപ്പിച്ചു. അടുത്ത മാത്രയിൽ ഡോക്ടർ നാരായണൻ ഒരു സാധാരണ മനുഷ്യജീവിയായി വീങ്ങിക്കരഞ്ഞു. അത് പല മുഖങ്ങളിലും ദൈന്യത നിറച്ചു. ഇതിനിടെ കമ്മീഷണർ സെൻകുമാർ റാണയും ഏതാനും പോലീസുകാരും ചേർന്ന് ഹൈമറയും ഡിസൂസയും രക്ഷപ്പെടുത്തുവാൻ അങ്ങോട്ട് നീങ്ങുകയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എവിടെ നിന്നോ 2 ബുള്ളറ്റുകൾ ഒന്നിനു പിറകെ ഒന്നായി ചീറി വന്ന് ഹൈമറുടെയും ഡിസൂസയുടെയും നെഞ്ചു തുളച്ചു. ഇരുവരും മരണവേദനയാൽ ഉറക്കെ നിലവിളിച്ചു. പോലീസ് ഞെട്ടലോടെ പിന്നോക്കം മാറി. ജൂനിയർ ബോണ്ട് 007ഉം സഹപ്രവർത്തകരും വീണ്ടും സജ്ജരായി. നീരജ തമ്പിയുടെ ക്യാമറ കൊലയാളിയെ തിരക്കി ചുറ്റിനും തെരഞ്ഞു. അപ്പോ വലം കൈയിൽ പുക പറക്കുന്ന പിസ്റ്റളുമായി ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ ജെയിംസ് ലോവന്റെ മുന്നിൽ പ്രത്യക്ഷനായി. ഡോക്ടർ തമ്പി. താങ്കൾ? ചീഫ് അമ്പരന്നു പോയി. അച്ഛാ! നീരജ ക്യാമറ ഉപേക്ഷിച്ച് അച്ഛനരികിലേക്ക് ഓടി വന്നു. എന്നെ അറസ്റ്റ് ചെയ്തു സർ. ഞാനൊരു ഇന്ത്യക്കാരനായതുകൊണ്ട് എനിക്കിത് ചെയ്യാതിരിക്കുവാൻ കഴിഞ്ഞില്ല. ഡോക്ടർ തമ്പി തെല്ലും ഭയമില്ലാതെ ഇരു കൈകളും മുന്നോട്ട് നീട്ടി. ജെയിംസ് ലോവൻ ഹൈമറയും ഡിസോസയും ശ്രദ്ധിച്ചു. അവർ ഇരുവരും മരിച്ചു കഴിഞ്ഞിരുന്നു. ഡോക്ടർ, താങ്കൾ എന്തിന് എന്നെ ഇത്രയ്ക്ക് സ്നേഹിച്ചു? രക്തം വാർന്നൊഴുകുന്ന കൈയുമായി ഡോക്ടർ നാരായണൻ ഡോക്ടർ തമ്പിക്കരികിൽ ഓടിയെത്തി. ഞാനും താങ്കളും ഇന്ത്യക്കാരനായതുകൊണ്ട്, ഡോക്ടർ തമ്പി പ്രതിവചിച്ചു. ജൂനിയർ ബോണ്ട് 007 പോലീസ് കമ്മീഷണറെ അർത്ഥഗർഭമായി ഒന്ന് നോക്കി. ഡോക്ടർ തമ്പിയുടെയും ഡോക്ടർ നാരായണന്റെയും കൈകളിൽ വിലങ്ങു വീണു. എല്ലാവർക്കും ബ്ലഡ് മാജിക് എന്ന ഈ നോവൽ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായല്ലോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു നോവലുമായി വീണ്ടും കാണാം. നന്ദി.